ലോക്സഭാ സീറ്റിലെ തിരിമറിയിൽ സുപ്രീംകോടതി വിധി പറയാനൊരുങ്ങുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നായി ഇവിഎമ്മിന്റെ സുതാര്യതയും ഇലക്ഷൻ കമ്മീഷന്റെ ബിജെപി അനുകൂല നിലപാടുകളും ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി പറയുന്നത്. ഇതോടെ മോദിയുടെ ഭാവി തുലാസിലാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നിർണായക ഘടകമാണ് ഇവിഎം മെഷീൻ. അത്തരം മെഷീനാണ് പല രാഷ്ട്രീയക്കാരുടെയും ജീവിതം മാറ്റിമറിച്ചത് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവിഎം മാറ്റണമെന്ന് ശക്തമായ ആവശ്യങ്ങൾ മുന്നോട്ട് വരുന്നതും പലരും കോടതിയെ സമീപിക്കുന്നതും. ഇവിഎം മാറ്റി കൃത്യമായി ബാലറ്റ് പേപ്പർ കൊണ്ടുവരേണ്ടത് ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയാണെന്ന് സമാജ്വാദി പാർട്ടി സമർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. 2014 BJP 71 സീറ്റുകൾ UP-യിൽ നേടിയപ്പോൾ വാസ്തവത്തിൽ അതിനകത്ത് കൃത്യമായും തിരിമറിയുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നതും സമാജ്വാദി പാർട്ടിയായിരുന്നു. പിന്നീട് അങ്ങോട്ടും അതിനുവേണ്ടി നിരന്തരം പോരാടിയിട്ടുണ്ട് അഖിലേഷും SP-യും. ഈ പ്രാവശ്യം സമാനതകളില്ലാത്ത വിജയമാണ് UP-യിൽ സമാജ്വാദി പാർട്ടി നേടിയെടുത്തത്. 80-ൽ 37 സീറ്റുകൾ സമാജ്വാദി പാർട്ടിക്ക് ഈ പ്രാവശ്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ BJP വെറും 33-ൽ മാത്രം ഒതുങ്ങി എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ വേളയിൽ ഇലക്ട്രൽ ബാലറ്റ് തിരികെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഈ രാജ്യത്ത് EVM-ിലൂടെ തെരഞ്ഞെടുപ്പ് സുതാര്യമാവില്ല. വോട്ടെണ്ണി തിട്ടപ്പെടുത്താൻ സമയം വരുമെങ്കിലും ഏറ്റവും സുതാര്യമായിട്ടുള്ളതും അതുപോലെ സ്പഷ്ടമായിട്ടുള്ളതാണ് പേപ്പർ ബാലറ്റ്. മാത്രമല്ല, ഇത് വരുന്നത് വഴി ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ സുതാര്യമാവും എന്നത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ മറുവശത്ത് അസാധു വോട്ടുകളുടെ എണ്ണം വർദ്ധിക്കും എന്നതും ഒരു വസ്തുതയാണ്. അത്തരത്തിലുള്ള നടപടി ഇല്ലാതാവുന്നതിനുള്ള നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേടും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ക്രമക്കേടുകൾ തെളിയിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന അഴകുഴമ്പൻ മറുപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാവും അഭിഭാഷകനുമായ മനു അഭിഷേക് സിംഗ്വിയെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഒരു കേസ് ഫയൽ ചെയ്തത്. അതായത് പേപ്പർ ബാലറ്റ് തിരികെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകതകൾ ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ മനു അഭിഷേക് സിംഗ്വിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് സാധിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരം നീക്കങ്ങൾ തീർച്ചയായും കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെയാണ്. 79 ലോക്സഭാ സീറ്റുകൾ തിരിമറി നടന്നു. അതിനകത്ത് കേരളത്തിൽ ഒരു സീറ്റ്, അതായത് തൃശൂർ അടക്കം സംശയത്തിന്റെ നിഴലിലാണ് എന്ന് പറയേണ്ടി വരും. BJP-ക്ക് അനുകൂലമായ ഒരു വോട്ടിംഗിന്റെ രീതി ആയിരുന്നില്ല ഒഡീഷയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. മധ്യപ്രദേശിലെ പ്രശ്നങ്ങളും അതിസങ്കീർണമായിരുന്നു. അവർ അമിത ആത്മവിശ്വാസം കാണിച്ചത് കൃത്യമായും ഉത്തർപ്രദേശിൽ മാത്രമാണ്. മറ്റു പ്രദേശങ്ങളിൽ ആത്മവിശ്വാസക്കുറവിന്റെ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള മെഷീന്റെ സഹായം BJP തേടാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസും ആരോപിക്കുന്നത്. ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ 3ാം മോദി സർക്കാർ നിലം പതിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.